വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിർളല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ക്ലാസ് ഓരോ ആഴ്ചയും മുടക്കം കൂടാതെ നടന്നു വരികയാണ്. അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഈ സുഹൃത്തത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ ഏടുകളിൽ കരം തൂങ്ങുന്ന ഭാഗത്ത് മീസാനിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിന്റെ പഠനമാണ് എന്തുകൊണ്ടും മധുരമുള്ള മനോഹരമായ പഠനം. അത് പഠിക്കാൻ വളരെ ഹൃദ്യമാണ്, മനസ്സിനൊരു സന്തോഷമാണ്. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അത് പഠിക്കാൻ ഉള്ള സന്ദർഭം ഉണ്ടാവുക എന്നുള്ളത് ജീവിതത്തിലെ അസുലഭമായ അവസരങ്ങളാണ്. അത് അള്ളാഹുവിന്റെ ഒരു വലിയ ഹദ്ദാണ്. ചില ഭാഗ്യമുള്ളവർക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരവസരം. ആ അവസരം ഉപയോഗപ്പെടുത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവിധ നന്മകളും നേരുകയാണ്. നമ്മൾ പഠിച്ചു വന്നത് സൂറത്തുൽ ഖലമാണ്. അതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ ഇൻഷാ അല്ലാഹ് എത്തിച്ചേർന്നു. ഇന്ന് നമ്മൾ 42 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഓതി പഠിക്കേണ്ടത്. 41 ആയത്തുകൾ വരെ ഓതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് ഓതാം, അതിനുശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് അർത്ഥം പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇലസ് സുജൂദി ഫലാ യസ്തതിഊൻ. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون. خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون. فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى ومكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين. وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. ഒന്നുകൂടി ആദ്യം പോലെ. بسم الله الرحمن الرحيم. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون. خاشعة أبصارهم ترهقهم ذلة
وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين أم تسألهم أجرا فهم من مغرم مثقلون أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم لولا أن تداركه نعمة من ربه لنبذ بالعراء وهو مذموم فاجتباه ربه فجعله من الصالحين وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. നമുക്ക് ഓതുമ്പോൾ ഉണ്ടാവുന്ന നിയമങ്ങളൊന്ന് ഓടിച്ചു നോക്കാം ഇൻഷാ അല്ലാഹ്. യൗമ യുക്ശഫു അൻ സാഖിൻ ഫയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. യൗമ യുക്ശഫു അൻ സാഖിൻ ഫയുദഊന ഇല സുജൂദി. അൻ സാഖ് എന്നുള്ളത് ഇഖ്ഫാ ആണ്. ഇനി അതിന്റെ വിശദീകരണം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. സാഖിവ എന്നുള്ളിടത്ത് ഇദ്ഗാമുൻ ബി ഗുന്നയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഫലാ യസ്തതീഊൻ. നമ്മൾ രണ്ടും ഒരു താ അല്ല, ഒന്ന് താ ഒന്ന് തോ. ഫലാ യസ്തതീഊൻ. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇല സുജൂദി ഫലാ യസ്തതീഊൻ. യസ്തതീഊൻ. ഒന്ന് ത ഒന്ന് ത. അടുത്തത് ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാഹ് വഖദ് കാനൂ യുദ്ഔന ഇല സുജൂദി വഹും സാലിമൂൻ. ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാഹ് وقد كانوا يدعون إلى السجود وهم سالمون. ഖാശിഅതൻ അബ്സാറും എന്നുള്ളിടത്ത് ഇൽഹാർ ആണ്. തൻവീനിനെ വ്യക്തമാക്കണം. ബാക്കിയെല്ലാം പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ലാത്ത ഭാഗമാണ്. നമ്മൾ ഓതുന്നത് പോലെ തന്നെ സാധാരണയാണ്. ഇനി അടുത്തത് فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون. അവിടെ ഇദ്ഗാമുൻ ബി ഗുന്നയാണ്. നൂനിനെ യായിലേക്ക് ചേർത്ത് മണിച്ച് ഓതണം. സനസ്തദിരിജുഹും മിൻ എന്നുള്ളിടത്തും ഇദ്ഗാമുൻ ബി ഗുന്നയാണ്. ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ചേർത്ത് ഓതണം. മിൻ ഹൈസു എന്നുള്ളിടത്ത് ഇൽഹാർ ആണ്. നൂനിനെ വെളിവാക്കി ഓതണം. وأملي لهم إن كيدي متين وأملي لهم إن
കൈദീ മതീൻ. ആ 4 ആയത്ത് ഒന്നും കൂടി നമുക്ക് നോക്കാം. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദ്ഔന ഇലാ സുജൂദി ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാഹ് وقد كانوا يدعون إلى السجود فلا يستطيعون وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين. അതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ. നിങ്ങൾക്ക് വല്ല ഉടമ്പടിയും ഉണ്ടോ, വല്ല കരാറുമുണ്ടോ, അതല്ല വല്ല രേഖയുമുണ്ടോ എന്നൊക്കെ അല്ലാഹു ചോദിക്കാൻ. ഇനി അല്ലാഹു ഖിയാമത്തിന്റെ ഭയാനകതയെ കുറിച്ച്, അന്നുണ്ടാകുന്ന സത്യനിഷേധികളുടെ അവസ്ഥയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്. യൗമ യുക്ശഫു അൻ സാഖിൻ. സാഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണങ്കാലിനാ പറയുന്നത്. മുഴങ്കാല്, കണങ്കാൽ, അതായത് മുട്ടിന് താഴോട്ടുള്ള ഭാഗമാണ്. അപ്പം യുക്ശഫു അൻ സാഖ് എന്നുള്ളത് ഒരു ഭാഷാ പ്രയോഗമാണ്. നമ്മൾ എന്ത് ചെയ്യും? മുണ്ടു പൊക്കി ഓടി എന്ന് പറയില്ലേ? മുണ്ടു പൊക്കി ഓടി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഓടേണ്ട ഒരു വലിയ സാഹചര്യം വന്നു, അപ്പൊ ഓടി. അപ്പം സാധാരണ ആ ഓടുമ്പോൾ മനുഷ്യൻ സാധാരണ മുണ്ടു പൊക്കും. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും? പൊക്കേണ്ടി വരും. അപ്പം യൗമ യുക്ശഫു അൻ സാഖിൻ, കണങ്കാല് വെളിവാകുന്ന ദിനം, അഥവാ മുണ്ടു പൊക്കി ഓടുന്ന ദിനം എന്നാണ് അർത്ഥം. എന്താണ് കാരണം? വയുദ്ഔന ഇല സുജൂദി, അവരെ സുജൂദിലേക്ക് വിളിക്കപ്പെടുന്നു. വഹും ഫലാ യസ്തതീഊൻ, അവർക്കതിന് കഴിയുന്നില്ല. അതായത് ഖിയാമത്ത് നാളിൽ കടുത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ, അതാണ് അവിടുത്തെ പ്രയോഗം. യൗമ യുക്ശഫു അൻ സാഖ് എന്നുള്ളതിന്റെ അർത്ഥം അതാണ്. വലിയ വിപത്തിനെ അവർ നേരിൽ കാണുമ്പോൾ, അഥവാ മുണ്ടു പൊക്കി ഓടേണ്ട ദിനം, അത്രയും ഗൗരവമുള്ള ദിനം. വയുദ്ഔന ഇല സുജൂദി, അവരെ സുജൂദിലേക്ക് വിളിക്കപ്പെടുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു? സുജൂദ് ചെയ്യാൻ വരൂ എന്ന് എല്ലാവരോടും പറയും. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയും. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ നമ്മൾ കാണും. അള്ളാഹുവിന്റെ കാഴ്ചയാണ് മനുഷ്യർക്ക് പരലോകത്ത് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. സ്വർഗം പിന്നീടാണ്. സ്വർഗത്തിൽ കയറുന്ന ഓരോരുത്തർക്കും കാണാൻ പറ്റുന്ന ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദ്രി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ പൂർണ്ണ ചന്ദ്ര രാവിൽ, പൗർണമി രാവിൽ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് എപ്രകാരമാണോ അപ്രകാരം കാണുന്നു. നമ്മള് പൗർണമി രാവിൽ നമുക്ക് ചന്ദ്രനെ കാണുന്ന പ്രയാസമുണ്ട്. മറ്റേ നമ്മൾ ചെറിയ ചന്ദ്രനുള്ളപ്പോൾ നമ്മൾ എവിടെ ചന്ദ്രൻ, അതാ അവിടെ എന്ന് കാണിച്ചു കൊടുക്കേണ്ടി വരും. എന്നാ പൗർണമി രാവിലെ ചന്ദ്രനെ ആരും കാണിച്ചു കൊടുക്കണ്ട. മനുഷ്യന്റെ കണ്ണിലേക്ക് അത് പെട്ടെന്ന് പെടും. കാരണം നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പൊ പൗർണമി രാവിൽ, പൂർണ്ണ ചന്ദ്രനുള്ള രാത്രിയിൽ നിങ്ങൾ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങളുടെ റബ്ബിനെ കാണും. അവിടെ അതാന്ന് കാണിച്ചു കൊടുക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ റബ്ബിനെ കാണാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ്. ആ സമയത്ത് നമ്മളൊക്കെയും സുജൂദിൽ വീഴും. എല്ലാവരോടും സുജൂദ് ചെയ്യാൻ പറയും. ആ ഒരു സന്ദർഭമാണ് പറയുന്നത് ഖിയാമത്ത് നാളിൽ. ആ സമയത്ത് മുശ്രിക്കുകൾക്ക് അല്ലെങ്കിൽ ബഹുദൈവാരാധകർക്ക്, നിഷേധികൾക്ക് കടുത്ത പ്രയാസമുള്ള ദിവസമാണ്. ആ സമയത്ത് അവരോട് സുജൂദ് ചെയ്യാൻ പറയുമ്പോൾ ഫലാ യസ്തതീഊൻ, അവർക്ക് കഴിയൂല. കാരണം എന്താ? അള്ളാഹു പറയുന്നു ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാഹ്. ഈ ജനത്തിന് പ്രണാമം ചെയ്യാൻ കഴിയാത്തതിന് കാരണം അവരുടെ കണ്ണുകൾ അപമാനഭാരത്താൽ താന്നു പോയിരിക്കും. അവരുടെ കണ്ണുകൾ താണു പോയിരിക്കും. ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാഹ്, അപമാനം അവരെ മൂടി പൊതിഞ്ഞിരിക്കും, ആവരണം ചെയ്തിരിക്കും. ദില്ല എന്ന് പറഞ്ഞാൽ അപമാനം. അപ്പം നാണക്കേട് ആവരണം ചെയ്തുകൊണ്ട്, നാണക്കേട് പൊതിഞ്ഞുകൊണ്ട് കണ്ണുകൾ താഴ്ന്നായിരിക്കും ആ ദിവസം അവർ നിൽക്കുന്നത്.
വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി വഹും സാലിമൂൻ. അവർ സുരക്ഷിതരായിരുന്നപ്പോൾ സുജൂദ് ചെയ്യാൻ അവരെ വിളിച്ചിരുന്നു. അവര് സുരക്ഷിതരായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാതെ ദുനിയാവിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹയ്യ അലൽ സ്വലാഹ്, നമസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ ആ വിളിക്ക് ഒരു ഗൗരവവും കൊടുക്കാതെ നമസ്കരിക്കാൻ നിൽക്കാതെ അവർ നടക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ എല്ലാ സത്യവിശ്വാസികളും സുജൂദിലേക്ക് പോകുമ്പോൾ ഇവർക്ക് സുജൂദ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഫലാ യസ്തതിഊൻ, അവർക്ക് കഴിയൂല, അവരുടെ മുതുകു വളയൂല. അവർക്ക് ആഗ്രഹം ഉണ്ടാവും, ദുനിയാവിൽ അവർക്ക് കഴിയുമായിരുന്നു, അപ്പോൾ അവർ അതിന് ശ്രമിക്കാതെ ധിക്കാരികളായി ജീവിച്ചു. അതാണ് അള്ളാഹു പറഞ്ഞത്, ഖാശിയത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ലാഹ് വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി, അവരെ സുജൂദിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫലാ ഫഹും സാലിമൂൻ, അവർ സുരക്ഷിതരായിരുന്നപ്പോൾ ആ സമയത്ത് അവർ സുജൂദ് ചെയ്യാൻ മെനക്കെട്ടില്ല. ഇന്നവരുടെ ദൃഷ്ടികൾ താന്നാണ്, അപമാനഭാരം പൊതിഞ്ഞിട്ടാണ്, അവർക്ക് അതിന് സാധിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരോഗ്യമുള്ളപ്പോൾ സുജൂദ് ചെയ്യാൻ പറ്റുന്നവനെ ഖിയാമത്തിന് സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഓർക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വലിയ എളുപ്പമുള്ള വാക്കാണ്, വളരെ എളുപ്പമുള്ള, നമ്മുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം എന്നാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നാണ്. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ സ്വർഗത്തിൽ കയറാൻ കഴിയുമെന്നാണ്. പക്ഷെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് നല്ല ബന്ധം ജീവിച്ചിരിക്കുമ്പോൾ, അപ്പോഴാണ് ആരെങ്കിലും ചൊല്ലിത്തരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏറ്റു പറയാൻ നമ്മുടെ നാവിനും കഴിവ് കിട്ടുള്ളൂ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹുമായിട്ട് ബന്ധം സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകൂടെ നോക്കി, യൗമ യുക്ശഫു അൻ സാഖിൻ, ആ ഗൗരവമുള്ള ദിനം. ഇവിടത്തെ പ്രയോഗം എന്താണ്? കണങ്കാലിൽ നിന്നും മുണ്ടുയരുന്ന ദിനം, തുടി പൊക്കി ഓടുന്ന ദിനം എന്ന് പറഞ്ഞാൽ അത്രയും ഗൗരവമുള്ള ദിനം. വയുദഊന ഇല സുജൂദി, അവരെ സുജൂദിലേക്ക് വിളിക്കപ്പെടും. ഫലാ യസ്തതിഊൻ, അവർക്ക് അതിന് കഴിയില്ല. ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ കണ്ണുകൾ താഴ്ന്നിരിക്കും. തർഹഖുഹും ദില്ലാഹ്, നാണക്കേട് അവരെ പൊതിഞ്ഞിരിക്കും. വഖദ് കാനൂ യുദ്ഊന ഇല സുജൂദി, അവരെ സുജൂദിലേക്ക് വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. വഹും സാലിമൂൻ, അവർ സുരക്ഷിതരായിരുന്നപ്പോൾ അന്നവർ എന്ത് ചെയ്തില്ല. നബിയോട് പറയാണ്, ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, നബിയോട് പറയാണ്. അപ്പൊ നബിയുടെ ഖുർആൻ അവരെന്താ പറയുന്നത്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്, ഏതോ ജിന്ന് ഓതി കൊടുക്കുന്നതാണ്, നബി കള്ളനാണെന്നൊക്കെ. ഫദർനി, നീ എനിക്ക് വിട്ടുതാ. വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ ഖുർആനാകുന്ന ഈ വൃത്താന്തത്തെ തള്ളുന്നവനെയും എന്നെയും വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ, എന്നെ അവരുടെ കാര്യം നോക്കാൻ വിട്ടേക്ക്. നീ അവരുടെ വിഷയത്തിൽ എന്ത് ചെയ്യേണ്ട, ദുഃഖിതനാകേണ്ടതില്ല. അവരെന്തും പറഞ്ഞോട്ടെ, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അർത്ഥത്തിനാണ്. ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, അല്ലേ നബിയെ, ഈ വചനങ്ങൾ തള്ളിപ്പറയുന്നവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക എന്നാണ്. നബിയെ, ഈ വിശുദ്ധമായ ഖുർആൻ വാക്യങ്ങളെ തള്ളിപ്പറയുന്നവന്റെ കാര്യം എനിക്ക് വിട്ടേക്കുക, ഞാൻ നോക്കിക്കൊള്ളാം അവരുടെ കാര്യം, ഞാൻ കൈകാര്യം ചെയ്തോളാം അവരെ കാര്യം. എന്നിട്ടോ സനസ്തദിരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയുക പോലും ചെയ്യാതെ ഞാൻ അവരെ ഘട്ടം ഘട്ടമായി പടിപടിയായി പിടിക്കും. അവരറിയുക പോലും ചെയ്യാതെ. എങ്ങനെ? ചൂണ്ടയിൽ മീൻ കൊരുക്കുന്നത് എങ്ങനെയാ? മീന് ആദ്യം ഇരയാണ് അറിയുള്ളൂ, മീൻ അറിയുന്നില്ല അതൊരു കെണിയാണെന്ന്, അതൊരു ചതിയാണെന്ന്. അത് അറിയാതെ അവരെ ഞാൻ ഘട്ടം ഘട്ടമായി ഞാൻ അവരെ എന്ത് ചെയ്യും? ഞാൻ അവരെ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും, നാശത്തിലേക്ക് കൊണ്ടുപോയി ഇടും. അതുകൊണ്ട് അവരുടെ കാര്യം എനിക്ക് വിട്ടേക്കുക, നീ അവര് പറയുന്നതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. വഉംലീ ലഹും, അല്ലാഹു പറയാണ്, ഞാൻ അവർക്ക് അയച്ചിട്ട് കൊടുക്കും. ഒരു ചൂണ്ട ഇട്ട് പിടിക്കുന്ന ഒരു മീൻ വേട്ടക്കാരൻ ആ ചൂണ്ടയിൽ കൊളുത്തുന്ന മീനിന് തന്റെ ചൂണ്ടയെ അയച്ചിട്ട് കൊടുക്കുന്നത് പോലെ ഞാൻ അവനെന്ത് ചെയ്യും? അയച്ചിട്ട് കൊടുക്കും, എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുക്കും. ഇതൊന്നും പിടിക്കപ്പെടൂല എന്ന് തോന്നുമാറും ഇട്ട് കൊടുക്കും. പക്ഷെ ഇന്ന കൈദി മത്തീൻ, എന്റെ തന്ത്രം അത്രയ്ക്കും സുഭദ്രമാണ്, ഭദ്രമായ തന്ത്രമാണ്, ഞാൻ അവനെ പിടിച്ചോളാം. അതുകൊണ്ട് നീ അവന്റെ കാര്യത്തിൽ എന്ത് ചെയ്യേണ്ട, ആശങ്കപ്പെടേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സാന്ത്വനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ നോക്കിയ അർത്ഥം,
യൗമ യുക്ശഫു അൻ സാഖിൻ, കണങ്കാലിൽ നിന്നും മുണ്ട് ഉയരുന്ന ദിനം അഥവാ ഗൗരവമേറിയ ഒരു ദിനം. വയുദഊന ഇല സുജൂദി, അവരെ സുജൂദിലേക്ക് വിളിക്കപ്പെടുന്നു. ഫലാ യസ്തതീഊൻ, അവർക്ക് കഴിയുകയില്ല. ഖാശിഅതൻ അബ്സാറുഹും, അവരുടെ മുഖം അല്ലെ അവരുടെ കണ്ണുകൾ താഴ്ന്നിരിക്കും. തർഹഖുഹും ദില്ല, അവരെ നിന്ദ്യത, നാണക്കേട്, അപമാനഭാരം പൊതിഞ്ഞിരിക്കും. വഹും സാലിമൂൻ, അവർ സുരക്ഷിതരായിരിക്കവേ സുജൂദിലേക്ക് ക്ഷണിക്കപ്പെടുമായിരുന്നു. പക്ഷെ അവര് സുജൂദ് ചെയ്തിട്ടില്ല. ഇനിയോ ഫദർനി വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്, ഈ സത്യവാർത്തയെ നിഷേധിച്ചു തള്ളുന്നവരുടെ കാര്യം എനിക്ക് വിട്ടേച്ചു തന്നേക്കുക. സനസ്തദിരിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ, അവരറിയുക കൂടി ചെയ്യാതെ നാം അവരെ പടിപടിയായി പിടിക്കാം, നാശത്തിലേക്ക് തള്ളിയിട്ടോളാം. വഉംലി ലഹും, നാം അവർക്ക് സാവകാശം ചെയ്തു കൊടുക്കും. ഇന്ന കൈദി മതീൻ, എന്റെ തന്ത്രം ഭദ്രമാണല്ലോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ നമ്മൾ നോക്കി, നമ്മളും പല തെറ്റുകളിലും ചെയ്ത് ജീവിക്കുന്നവരാണ്, പല തെറ്റുകളിലും. പക്ഷെ നമ്മളെ ആ തെറ്റുകളിൽ നിന്നും തിരിച്ചു പോരാനുള്ള ഓരോ മുന്നറിയിപ്പുകൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. ആ മുന്നറിയിപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തെറ്റിൽ നിന്നും തിരിച്ചു വരേണ്ടതുണ്ട്. പക്ഷെ വരാതിരുന്നാൽ ചിലപ്പോൾ അള്ളാഹുവിന്റെ പിടുത്തം പതുക്കെ പതുക്കെ നമ്മളിലേക്ക് ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നമുക്ക് എന്ത് ചെയ്യണം, ഉണ്ടാകണമെന്നത് കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പം ഒന്നുകൂടി ഞാൻ ഓതാം, എന്റെ ഒപ്പം നിങ്ങൾ ഓതി വരിക. يوم يكشف عن ساق ويدعون إلى السجود فلا يستطيعون خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين. ഇനി ഇത്രയും കൂടെ നമുക്ക് നിർത്താം. ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്. ഒരു ക്ലാസ്സിൽ തീരുന്നതല്ല, 2 ക്ലാസ്സിൽ ഇല്ല താനും. അതുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗം കൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം ഇൻഷാ അല്ലാഹ്. ഇത് കുറച്ച് കൂടുതലാവും, നമ്മൾ എടുത്താൽ കുറച്ച് കൂടുതലാവുന്ന ഒരു ഭാഗമാണ് അടുത്ത്. 5-6 ആയത്തും കൂടി ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം ഇൻഷാ അല്ലാഹ്. മനസ്സിലായോ? ഹലോ, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഓതി ഇട്ടിരുന്നത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, ഞാൻ നല്ല തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓതൽ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി കേട്ടോളാം ഇൻഷാ അല്ലാഹ് കേട്ടോ. ഓക്കേ, മഷ്കൂർ, ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാഹ്. വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇൻഷാ അല്ലാഹ്.